ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി. IPS മറന്നിട്ടില്ലല്ലോ. ഇത് എന്തൊരു ചോദ്യം എന്റെ ഗീതു. എനിക്കാകപ്പാടെയുള്ള ഒരു അമ്മായിയപ്പന്റെ അമ്മായിമ്മയുടെ വിവാഹ വാർഷികം ഞാൻ മറക്കുക എന്റെ കൂട്ടാ. ഒരേ ഒരു അമ്മായിയപ്പൻ ഒരാഴ്ച മുമ്പ് പോകുന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ. കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല മോളെ. അത് DGP അങ്കിളിന് അറിയാം. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വൈകിട്ട് ഞാൻ എത്തിക്കോളാം. അത് വേണ്ട, നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. ഇറ്റ്സ് മൈ സ്ട്രോങ് ഡിസിഷൻ. Then okay. എന്താ DGP അങ്കിള് ഞങ്ങളെ ക്ഷണിച്ചതാ. ഞങ്ങളും തയ്യാറായി നിൽക്കട്ടെ ഏട്ടാ. ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ ഏട്ടത്തിയില്ലേ? ചോദിക്ക്, അനുവാദം മേടിക്ക്. ഇവരും കൂടി വന്നോട്ടെ അല്ലേ? ഓ, മർമ്മവും വന്ന് നിൽക്കുന്നുണ്ടല്ലോ. എന്താണാവോ? പിള്ളേരെയും കൂട്ടി കൃത്യമായിട്ട് അങ്ങോട്ട് എത്രയേ ഗോപാലപിള്ളേ എന്നാണ് DGP അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും കൂടി. പിന്നെ അവിടെ കണ്ണ് കെട്ടാരിക്കാർ കോലത്തിന്റെ കുറവും കൂടിയുണ്ട്. ഇത് എല്ലാരും എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ കമ്മീഷണറുടെ ഭാര്യയുണ്ട്, DGP അദ്ദേഹത്തിന്റെ മകളുണ്ട്. അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതാരടാ രണ്ടുപേര്? രണ്ടും ഒരാൾ തന്നെ. ദാ നിൽക്കുന്നു. മരുമോള് സമ്മതിക്കുകയാണെങ്കിൽ വന്നാ മതി. പോയിട്ട് വരട്ടെ കുട്ടാ. സഞ്ജു, ഐ എം സീരിയസ്. കൃത്യം എത്ര മണിക്ക് വരും? കൃത്യം 7 മണിക്കെത്തും. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണോ? വേണ്ടെന്നേ, എത്തും. മുമ്പൊക്കെ പറ്റിച്ച പോലെ പറ്റിക്കാനല്ലോ. അല്ല, ഉറപ്പ്. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. സമയമായില്ല. സാർ ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് പോകണ്ടേ സാർ? പോണം. എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയിട്ട് വേണം ഗീതുവിനും കൂട്ടി പോവാൻ. ആ, സമയമുണ്ട്. മോളെ, സഞ്ജീവൻ എത്തിയില്ലേ? ഇല്ല ഡാഡി, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. കൃത്യം 7 മണിക്ക് എത്താന്നാ പറഞ്ഞത്. അവിടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയ ഡാഡി. ആ, വന്നോണ്ടിരിക്കുന്നു. എല്ലാരും മോളെയും സഞ്ജീവനെയും അന്വേഷിക്കുന്നുണ്ട്. ഡോണ്ട് വറി ഡാഡി, ഞങ്ങൾ ഉടനെ എത്താം. വിൽ റീച്ച് സൂൺ. എന്താ സാർ, സഞ്ജീവ് പുറപ്പെട്ടില്ലേ? ഇപ്പൊ ഇങ്ങെത്തും.